ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമായി പെണ്ണിന്റെ ശരീരം മാറുമ്പോ ഞാനിത് വെറുതെ പറയുന്നതല്ല. ഏറ്റവും വലിയ ആസക്തി കള്ളിനോടല്ല, പലിശയോടല്ല, ആവാസത്തോടല്ല, പെണ്ണിന്റെ പച്ചമാംസത്തോട് ആസക്തി കാണിക്കുന്ന ഏതുവരെയാ? കഴിഞ്ഞ ആഴ്ച ഇതേവരെ കേരളത്തിൽ എന്നല്ല ഇന്ത്യയിൽ തന്നെ കേട്ടുകാക്കാത്ത വാർത്ത കേട്ടിട്ട് ലോകം നടുങ്ങി തിരിച്ചു നിൽക്കുകയാ. ആർഷഭാരത്തിന്റെ നടുവിൽ തന്നെ 9 മാസം നൊന്ത് പ്രസവിച്ച മാതാവിന് ആരുമില്ലാത്ത സമയത്ത് കരുത്തിനെടുത്ത് കൊലപ്പെടുത്തിയിട്ട മരിച്ചു കിടക്കുന്ന മാതാവിനെ മലപ്പുറത്ത് കിടത്തി മാനവനന്ദയുടെ മകന്റെ വാർത്തയുടെ മുമ്പിൽ ആ വാക്കുകളിൽ സംസാരിക്കുക. പെണ്ണെന്ന് കേട്ടാൽ ഇത് അമ്മയാകട്ടെ, ഉമ്മയാകട്ടെ, പെങ്ങളാകട്ടെ, ആരുമാകട്ടെ, വഴിയരിലൂടെ നടന്നു പോകുന്ന പെണ്ണിന് നൊന്ത് പ്രസവിച്ച മാതാവിനെ കരുത്തിനെരിച്ച് കൊലപ്പെടുത്തിയിട്ട് മരിച്ചു കിടക്കുന്ന സ്വന്തം ഉമ്മാന്ന് വിളിച്ച മോനെ എന്ന് വിളിച്ചിട്ട് കവലത്ത് മുത്തം കൊടുത്ത ആരുടെ മാറിടത്തിൽ നിന്നാണ് അമ്മിഞ്ഞ പാല് മുഴുകിയത് അതേ മാറിടത്തിലേക്ക്, ആരുടെയും മാറിടത്തിൽ നിന്നാണോ ജീവിതത്തിന്റെ പ്രഥമ വളർച്ചയുടെ പോഷകാഹാരമായ മുലപ്പാലിന് തന്നത് അതേ മാറിടത്തിലേക്ക് കാമപ്രാന്തോടുകൂടി പറന്നു കിടക്കുന്ന മകന്റെ കാലഘട്ടത്തിൽ നിന്നുകൊണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം പെണ്ണാണെന്ന് ചർച്ച ചെയ്യുമ്പോ പെണ്ണിനെ പിടിച്ചു നിർത്താൻ ലോകത്തിന് മുമ്പിൽ നിയമ സംവിധാനങ്ങൾ മുഴുവൻ പരാജയപ്പെടുമ്പോ ലോകത്ത് പെണ്ണിന്റെ സ്വാതന്ത്ര്യം എന്തെന്ന് നിഷ്കർഷിക്കുവാന് ആ പെണ്ണ് ആരാണെന്ന് തിരിച്ചറിയാൻ കഴിയാറ് ലോകത്തിന് മുഴുവനും ഇസങ്ങളതിന് മുമ്പിൽ പരാജയപ്പെട്ട് കിടക്കുമ്പോ യൂറോപ്പിന്റെ അവസ്ഥ എന്താണെന്ന് നിങ്ങൾക്കറിയോ? ഞാൻ ഈ പറയുന്നത് കേരളത്തിന്റെ മാത്രം കഥയല്ല, ഇന്ത്യയുടെ മാത്രം കഥയല്ല. യൂറോപ്പിന്റെ അവസ്ഥ എന്താണെന്നറിയോ? ആ യൂറോപ്പിലെ പല പ്രധാനപ്പെട്ട നാമൊക്കെ പുരോഗമനത്തിന്റെ കവാടമെന്ന് അവകാശപ്പെടുന്ന നഗരങ്ങളിൽ പോലും വെയിറ്റിംഗ് സെറ്റിന്റെ മറുഭാഗത്ത് മറ്റ് ശീതീകരിച്ച റൂമുകളുണ്ട്. ആ ശീതീകരിച്ച റൂമിന്റെ പേര് പ്രോസ്റ്റിറ്റ്യൂട്ട് റൂം എന്ന. റോഡിലൂടെ നടന്നു പോകുന്ന ഒരാൾക്ക് വ്യഭിചരിക്കണമെന്ന് പറഞ്ഞാൽ വഴിയരികിൽ നിൽക്കുന്ന പെണ്ണിനെയും പിടിച്ചുകൊണ്ട് കടന്നുപോയി വ്യഭിചരിക്കാൻ വഴിയരികിലെ വെയിറ്റിംഗ് സൗകര്യമൊരുക്കുന്ന യൂറോപ്യൻ നഗരങ്ങളുടെ നടുവ് പെണ്ണാണ് ഏറ്റവും അധാർമികതയുടെ മൊത്തമെന്ന് ആധുനിക ലോകത്തിന്റെ വിശാരദന്മാര് പറയുമ്പോ 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പെണ്ണ് ജീവിതത്തിന്റെ ദൗർബല്യമായി പോയ 6-ാം നൂറ്റാണ്ടിലെ കാട്ടറബികളുടെ മുമ്പ് പലപ്പോഴും ഞാൻ പറഞ്ഞു തന്നിട്ടില്ലേ? ആരാ അവരെന്നറിയോ? കൈവാറിയത്തിന്റെ മത്താവിൽ വിളിച്ചിരുന്നിട്ട് അഹിയാനെന്ന ചുരുയിലാഹീന ഇതാരങ്ങിയ ചുരുടി ഇല്ലാഹാര. രാവിലെ മുതൽ വൈകുന്നേരം മാറി മാറി കടപ്പുറയിൽ പെണ്ണ് കിടന്നില്ലെങ്കിൽ ഉറക്കം വരില്ല. ഒരു ദിവസം രാവിലെ മുതൽ വൈകുന്നേരം വരെ പെണ്ണിന്റെ സാമീപ്യത്തിന് വേണ്ടി കാത്തു നിന്നിട്ട് ഒരു പെണ്ണിനെ പോലും എന്റെ കടപ്പുറയിൽ എനിക്ക് ലഭിച്ചില്ല എന്ന് പറഞ്ഞിട്ട് വൈകുന്നേരം തിരിച്ചിറങ്ങി പോകുമ്പോഴാണ് എന്റെ സഹോദരി നടന്നു വരുന്നത് കണ്ടത്. ഇന്നൊരു പെണ്ണിന്റെ സാമീപ്യമില്ലാതെ കിടന്നാൽ ഉറക്കം വരാത്തത് കൊണ്ട് എന്റെ സഹോദരിയെ പിടിച്ച് കടപ്പുറയിൽ കിടത്തി അന്നത്തെ രാത്രി പെണ്ണിനോടുള്ള താകം തീർത്തവനാണ് ഞാനെന്ന് പരസ്യമായിട്ട് പറഞ്ഞ 6-ാം നൂറ്റാണ്ടിലെ കാത്തറബുകളുടെ മുമ്പിലാ അള്ളാഹുവിന്റെ ഇസ്ലാം വഴി കാണിച്ചു കൊടുത്തത്. മുമ്പിൽ നിന്നിട്ട് അള്ളാന്റെ റസൂല് ഓടിക്കൊടുത്തില്ലേ? മക്കാ ഖുറൈശികളെ പെണ്ണാണ് ഏറ്റവും വലിയ ആസക്തി എന്ന് കരുതിയ മക്കാ ഖുറൈശികളെ തഖറബു സിനാ വലാ തഖറബു സിനാ. വ്യഭിചരിക്കരുതേ എന്നല്ല, ഒരു പ്രത്യശാസ്ത്രത്തിന് സംവിധാനം ചെയ്യാൻ കഴിയാത്ത പെണ്ണിനെ അടക്കി നിർത്താൻ കഴിയുന്ന ഒരേ ഒരു വാക്കുകൊണ്ട് പെണ്ണിന് മാനമെന്ന് നിശ്ചയിച്ചു കൊടുത്ത വിശുദ്ധമായ ഇസ്ലാം പറയാ വലാ തഖറബു സിനാ. വ്യഭിചരിക്കരുതേ എന്നല്ല, ആ വ്യഭിചാരത്തിലേക്ക് അടുക്കാൻ പാടില്ല. ഇന്നഹു കാന ഫാഹിശാ. ആ വ്യഭിചാരം ഏറ്റവും വലിയ മഹാപാപമാ. പടച്ചറപ്പിരിക്കപ്പെടാത്തടാ, നിന്നെ നരകത്തിലേക്ക് കൊണ്ടുപോകുന്നടാ. എന്നെ കേൾക്കാനത്തെ യുവാക്കളോട് യുവതികളോട് കാലഘട്ടത്തിന്റെ മുഴുവൻ ക്രൗര്യതകളെ നിങ്ങളുടെ ജീവിതത്തിലോട്ട് കൊണ്ടുവന്ന എന്റെ പൊന്നുമോനെ, ഈ ആയത്തിറങ്ങേണ്ട താമസം അതുകൊണ്ടല്ലേ ഒരു പോലീസ് സ്റ്റേഷൻ പോലും നിലവിലില്ലാതിരുന്ന, ഒരു
കുറ്റാന്വേഷണ സംവിധാനമില്ലാതിരുന്ന തെറ്റ് ചെയ്താൽ പരസ്യമായിട്ട് തൂക്കിക്കൊല്ലാനോ വിചാരണ ചെയ്യാനോ ഒരു കോടതി പോലുമില്ലാത്ത കാലഘട്ടത്തിൽ അവിചാരിതമായി തന്റെ കടയിൽ വെച്ചിട്ടൊരു പെണ്ണുമായി വ്യഭിചരിച്ചിട്ട് കുറ്റബോധമുണ്ടായി അല്ലാഹുവിന്റെ റസൂലിന്റെ അടുക്കലേക്ക് വന്നിട്ട് നബിയേ പരസ്യമായിട്ട് തന്റെ പരസ്പരം കൂട്ടുകാരുടെ മുമ്പിൽ ഞാൻ വ്യഭിചരിച്ചു യാ റസൂലല്ലാഹ് എന്നെ ഒന്ന് എറിഞ്ഞുകൊല്ലോ ലോകചരിത്രം വിസ്മയത്തോടെ നോക്കി നിൽക്കുമ്പോ ഒരു പോലീസ് സ്റ്റേഷനില്ല, ഒരു പോലീസുകാരനില്ല, ഒരു കുറ്റത്തിന്റെ കോടതിയില്ല. ആളുകൾ കൂടിയിരിക്കുന്ന മദീനത്തെ പള്ളിയുടെ ചാരത്തേക്ക് വന്നിട്ട് അറിയാതെ വ്യഭിചരിച്ചു നബിയേ എന്നെ ഒന്ന് എറിഞ്ഞുകൊല്ലുമോ എന്ന് ചോദിച്ചിട്ട് ജനമധ്യത്തിൽ ഇറക്കണത്തുകൊണ്ട് ആളുകളെ കല്ലെറിയുമ്പോ എറിഞ്ഞ കല്ലുകൾ കൊണ്ട് തലച്ചോറ് ചിതറത്തെറിച്ചിട്ട് തലച്ചിതറത്തെറിച്ചിട്ട് തലച്ചോറ് വെളിയിലേക്ക് വരുമ്പോ കരിങ്കല്ലുകളെ ശരീരത്തിലേക്ക് വീണിട്ട് പച്ചമാംസത്തിലേക്ക് കുത്തിയിറങ്ങി രക്തം തടം തല്ലിയാത്തെടുക്കുമ്പോ അവസാനം രക്തം വാടകി മദീനത്തെ മരുഭൂമിയിലേക്ക് വീഴുമ്പോ ഓടി വന്നിട്ട് തന്റെ ശിരസ്സെടുത്ത് മടിയിലേച്ചു വെച്ച മുത്തുനബിയുടെ കയ്യിൽ പിടിച്ചിട്ട് വ്യഭിചരിച്ച ചെറുപ്പക്കാരൻ ചോദിച്ചൊരു ചോദ്യമില്ലേ യാ റസൂലല്ലാഹ് എന്റെ തൗബ അല്ലാഹു സ്വീകരിച്ച നബിയേ, അല്ലാഹു സ്വീകരിച്ച നബിയേ ആരും കണ്ടിട്ടില്ല ഞാൻ തൗബ ചെയ്തതെന്റെ പടച്ചറപ്പ് സ്വീകരിച്ച നബിയേ അങ്ങയുടെ മടിയിൽ കിടന്നിട്ട് രക്തം തടം തല്ലിയാത്തൊടവ് മായി സങ്ങാനും വിട പറഞ്ഞ നാളെ പടച്ചറപ്പിന്റെ സ്വർഗമുറപ്പാണ് നബിയേ എന്നെ ഹബീബായ നബി തങ്ങളുടെ കയ്യിൽ പിടിച്ച് പൊട്ടിക്കറയുന്ന ഒരു സമയത്ത് പാപം ചെയ്യുകയും ആ പാപത്തിന്റെ പരിണിത ഫലം തിരിച്ചറിഞ്ഞിട്ട് അല്ലാഹുവിന്റെ റസൂലിന്റെ മുമ്പിൽ കണ്ട് കല്ലേറുകളെ സ്വയം ഏറ്റുവാങ്ങുന്ന ഒരു പരിവർത്തന സമൂഹത്തെ സൃഷ്ടിച്ചെടുക്കാൻ അല്ലാഹുവിന്റെ ഇസ്ലാമിന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലോകത്തൊരു പ്രസ്ഥാനത്തിന് കഴിച്ചിട്ടില്ല. പള്ളികാരുടെ മുമ്പിൽ കുമ്പസാരക്കൂട്ടിൽ തെളിച്ചു പറയുന്നതല്ല ഇസ്ലാമിന്റെ കുറ്റസമ്മതേടാ, ഇത് ഇസ്ലാം സമ്മാനിച്ചടേടാ. കാർമികത്വം വഹിക്കുന്ന പുരോഹിതന്റെ മുമ്പിൽ തന്റെ തെറ്റുകൾ ഏറ്റുപറഞ്ഞ് താൻ ചെയ്ത തെറ്റുകൾ വേറൊരു ദൂതരുടെ തലയിലേക്ക് കെട്ടിവെക്കുന്നതല്ല, സ്വയം ഏറ്റുവാങ്ങുന്ന പടച്ചറപ്പിന്റെ നരകത്തെ പേടിക്കുന്ന ഒരു യുവാക്കള് ലോക സമൂഹത്തിന് സമ്മാനിക്കാൻ കഴിഞ്ഞാൽ അത് കമ്മ്യൂണിസത്തിന് കഴിഞ്ഞിട്ടില്ല, അത് ഫെഡറലിസത്തിന് കഴിഞ്ഞിട്ടില്ല, അത് സോഷ്യലിസത്തിന് കഴിഞ്ഞിട്ടില്ല. കഴിഞ്ഞ ഒരേ ഒരു ദർശനമേ ഉള്ളൂ, അത് അല്ലാഹുവിന്റെ വിശുദ്ധ ഇസ്ലാം. അല്ലാഹു നമ്മളെ ആ വഴിയിലേക്ക് നടത്തട്ടെ.